ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്നൊരു കാക്ടസ് ഉണ്ടാക്കാവേ. കള്ളിമുൾച്ചെടി ഉണ്ടാക്കാതെ സ്റ്റോൺ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ തമ്മനയിലിൽ കൊടുത്തിട്ടുണ്ട് സ്റ്റോൺസ്. ആ സ്റ്റോൺസ് വെച്ചിട്ട് നമുക്ക് കാക്ടസ് ഉണ്ടാക്കാം. ചെടിച്ചട്ടിയായിട്ട് നമ്മൾ ചെയ്യാൻ എടുത്തേക്കുന്നത് എക്സോയുടെ ഫാമിലി പാക്കറ്റില്ലേ, അതിൻ്റെ തീർന്ന ടിന്നാണ് എടുത്തേക്കുന്നത്. ഈ സ്റ്റോൺസ് വെക്കുമ്പോൾ അതിന് മുകളിൽ അത്രയും സ്റ്റോൺസിൻ്റെ വെയിറ്റ് താങ്ങാൻ വേണ്ടിയിട്ട് ആ ഡബ്ബയ്ക്കകത്തൊരു സ്റ്റോൺ ഇട്ടിട്ടുണ്ട്. അത് കാണിക്കാൻ മറന്നുപോയി. ആ എക്സോയുടെ ടിന്നൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഐസ്ക്രീം സ്റ്റിക്ക് യൂസ് ചെയ്ത് കവർ ചെയ്തെടുക്കും. അതിനുശേഷം അതൊന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാക്ക് കയറില്ലേ, അത് കൊണ്ടിട്ട് കെട്ടിക്കൊടുക്കും. റൗണ്ടിൽ കെട്ടിക്കൊടുക്കും. അപ്പോൾ കുറച്ച് ഭംഗിയാവും, അത് ഇച്ചിരി ടൈറ്റ് ആവുകയും ചെയ്യും. ഗ്ലൂ ഗൺ വെച്ചിട്ടല്ലേ ഒട്ടിക്കുന്നത്. അപ്പം ഏതെങ്കിലും ഒരെണ്ണം ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ മുടി മെടയുന്ന പോലെ ചാക്ക് കയറ് ഇങ്ങനെ മെടഞ്ഞെടുത്തിട്ട് താഴെ ഒരു ലെയർ കെട്ടിക്കൊടുത്തു. താഴെയും മുകളിൽ ഓരോ ലെയർ കെട്ടിയാൽ മതി എന്നാണ് വിചാരിച്ചത്. എൻ്റെ ആ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിൽ കുറച്ച് ഭംഗി കുറവുള്ളതുകൊണ്ട് അവിടെ ഈ ചാക്ക് കയറ് വെറുതെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. കുറച്ച് സ്പേസിൽ ചുറ്റി കൊടുത്തിട്ട് പിന്നെ മുകളിലും ഒരു ചാക്ക് കയറ് മെടഞ്ഞതുകൊണ്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കുറച്ചുകൂടെ ഒക്കെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ ഗൺ വെച്ചിട്ട് താഴെ നല്ലതുപോലെ ഗ്ലൂ ഗൺ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുവാണേ. ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഈ കല്ലുകളുണ്ടല്ലോ, അത് പെറുക്കിയ ഒരു സ്ഥലത്ത് ഇവിടെ നിന്ന് എല്ലാവരും കൂടെ കറങ്ങാൻ പോയപ്പോൾ അവിടെ നിന്ന് പെറുക്കിയതാണ് ഈ സ്റ്റോണ്. ഇത് പെറുക്കിയതിൻ്റെ അവിടുത്തെ ഒരു ചെറിയ വീഡിയോ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയൊരു പോർഷൻ മാത്രം. ഇനി ഒരു പ്രാവശ്യം അവിടെ പോകുമ്പം നല്ല വ്യൂ ആണ് അവിടെ കാണാൻ. ഇനി ഒരു പ്രാവശ്യം അവിടെ പോകുമ്പം ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാം.
അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് അത് തട്ടി താഴെ വീഴും, പിന്നെ ഒട്ടിച്ചു കൊടുക്കും. അങ്ങനെയായിരുന്നു ചെയ്തത്, കംപ്ലീറ്റ് ചെയ്തെടുത്തത്. ഡെക്കോറായിട്ട്, പിന്നെ വീട്ടിലെ TV യൂണിറ്റിലൊക്കെ വെക്കാൻ ഭംഗിയായിരിക്കും. ഇവിടുന്ന് നാട്ടിൽ പോകുമ്പോൾ ഇതൊക്കെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. വെയിറ്റ് ഉള്ളതുകൊണ്ട് ചിലപ്പം പാക്കിംഗ് ടൈമിൽ കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ എന്നറിയത്തില്ല. എന്നാലും ഇതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ക്രാഫ്റ്റാണ്. ഇത് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട് നാട്ടിൽ പോകുമ്പോൾ. ഫുൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അതിന് കളർ കൊടുക്കുവാണ്. കളർ കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഡാർക്ക് ഗ്രീൻ, പിന്നെ ലൈറ്റ് ഗ്രീൻ, പിന്നെ പേസ്റ്റൽ ഗ്രീൻ കളറാണ് ലാസ്റ്റ് കൊടുക്കുന്നത്. ലൈറ്റ് ഗ്രീനും പേസ്റ്റൽ ഗ്രീനും നമ്മൾ കൊടുക്കുന്നത് ഡീറ്റെയിലിങ്ങിനാണ് ചെയ്യുന്നത്. പെയിൻറ്റ് ചെയ്ത് ഫിനിഷ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഫ്രണ്ടിലൊരു ചെറുതും കൂടി വെച്ച് കൊടുത്താൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും എന്ന് തോന്നി. ഇങ്ങനെ ഒരു സ്റ്റോണും കൂടി എടുത്തിട്ട് ഫ്രണ്ടിലും കൂടി ഇങ്ങനെ വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതും ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്ത് ലൈറ്റ് ഗ്രീൻ വെച്ച് നമ്മൾ ആദ്യം ഗ്രീൻ കൊടുത്തതിൻ്റെ മുകളിൽ ഡാർക്ക് ഗ്രീൻ കൊടുത്തതിൻ്റെ മുകളിൽ ലൈറ്റ് ഗ്രീൻ വെച്ച് ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. ലൈൻ ഇട്ട് കൊടുത്തിട്ട് ആ ലൈനിൻ്റെ മുകളിലാണ് പിന്നെ അടുത്ത ഡീറ്റെയിലിംഗ് കൊടുക്കുന്നത്. കള്ളിമുൾ ചെടിയുടെ മുകളിൽ ഇങ്ങനെ ഒരു വര പോലെ വരത്തില്ലേ, അതിൻ്റെ എഡ്ജ് ഭാഗം പോലെ, അതിങ്ങനെ നമ്മൾ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ട് ആക്കിയെടുക്കുകയാണ്. അവിടെ നിന്ന് കിട്ടിയ ആ സ്റ്റോൺസ് തന്നെ നല്ല ഭംഗിയാണ് കാണാൻ. അതിൻ്റെ കൂട്ടത്തിൽ പെയിൻ്റൊക്കെ കൊടുത്ത് ഇങ്ങനെയും കൂടെ ആക്കിയെടുത്ത് കുറച്ചുകൂടി ഭംഗിയായി. ആ സ്റ്റോൺസ് വെറുതെ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കാനും നല്ല. ഇനി കുറച്ച് സ്റ്റോൺസ് കൂടെ കയ്യിലുണ്ട്. അത് ഞാനിങ്ങനെ Pinterestൽ നോക്കി ഞാൻ കുറേ
സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഈ സ്റ്റോൺ വെച്ചിട്ട് ചെയ്യാം. ഡീറ്റെയിലിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് വൈറ്റ് കളർ വന്നിട്ട് അതിൻ്റെ മുള്ളില്ലേ, ആ മുള്ള് നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുക്കുക. വൈറ്റ് കളർ കൊണ്ടിട്ട് ആ ലൈനിലെല്ലാം സ്പേസ് ഇട്ട് വരച്ചു കൊടുക്കുന്നു. വൈറ്റ് കളർ കൊണ്ടിട്ട് മുള്ള് വരച്ചു കൊടുക്കുന്നു. ഗ്രീൻ കളർ മാത്രമായിരുന്നു ഇച്ചിരി ഡല്ലായിട്ട് നിന്നെടുത്തുനിന്ന് കുറച്ചും കൂടി ബ്രൈറ്റ് ആയില്ലേ വൈറ്റ് കൊടുത്തപ്പോൾ. ആ ഡീറ്റെയിലിങ്, ആ മുള്ളിൻ്റെയൊക്കെ ഡീറ്റെയിലിങ്ങിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഭംഗി കൂടി. ആ ചെടിച്ചട്ടി ചെയ്തതിൽ ആ താഴത്തെ ആ ടിന്നിൻ്റെ ആക്സോടെ ടിന്നിൻ്റെ ആ ബാക്കി കാണുന്ന ആ ഭാഗങ്ങളെല്ലാം നമ്മൾ ചെറിയ സ്റ്റോൺസ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക. അത് ഈ ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെ അത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് എടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞ് പോകാതിരിക്കാൻ. പിന്നെ ഇവിടെ പിള്ളേരുണ്ട്, അവരെല്ലാം പെറുക്കിയെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം ഒന്ന് കവർ ചെയ്തെടുത്ത് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ച് കവർ ചെയ്തെടുത്ത് ഇനി നമ്മൾ അതിൻ്റെ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ക്ലേ ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഫോം ക്ലേയിൽ പിങ്ക് കളർ, പിങ്കല്ല ഒരു റോസ് കളർ അതെടുത്തിട്ട് ചെറിയ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽ ഉണ്ടാക്കാൻ പോവാണ്. നമ്മളത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഫ്ലവർ ആക്കിയെടുക്കും. എടുത്തിട്ട് ആ സ്റ്റോൺസിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കും. ഈ ക്രാഫ്റ്റിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ലോങ് വീഡിയോ കാണാൻ വരുന്നവരും ഷോർട്ട് വീഡിയോസ് കാണുന്നവരും എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ. ഈ കാക്ടസിൻ്റെ ഈ വർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണം. ഇനി ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ ഈ ചാനലിൽ ചെയ്യാം. എനിക്ക് ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യണം. ഇതാണ് ഫൈനൽ ലുക്ക്. Thank you all. Thank you for watching.